അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ടെസ്റ്റ് പ്ലാൻ ആണ്. ഇത് മൂന്നാമത്തെ മൊഡ്യൂളാണ്. മൂന്നാമത്തെ മൊഡ്യൂളിൽ എന്താണ് ടെസ്റ്റ് പ്ലാൻ? അപ്പോൾ നമ്മൾ ടെസ്റ്റിങ് കുറേ ടൈപ്പ് ടെസ്റ്റിംഗ് ഉണ്ട് അല്ലേ? ആ ടെസ്റ്റ് ടൈപ്പിംഗ് എല്ലാം നമുക്ക് ഓർമ്മ വേണം. ഇനി ഓരോ കഴിയുമ്പോൾ നമുക്കതൊക്കെ ഓർമ്മ വേണം. എന്തൊക്കെയാണ് ടെസ്റ്റിംഗ്, വാട്ട് ഈസ് ടെസ്റ്റിംഗ് ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് എ ടെസ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബ്ലൂ പ്രിൻ്റ് ആണ്. എന്തൊക്കെ ടെസ്റ്റിംഗ് ആക്ടിവിറ്റീസാണ് നടത്താൻ പോകുന്നത് എന്നതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റാണ് ടെസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്തൊക്കെ ടെസ്റ്റിംഗ് ആണ് നമ്മൾ ടെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, അതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റാണ് നമ്മൾ ടെസ്റ്റ് പ്ലാൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കൂടാതെ എ ടെസ്റ്റ് പ്ലാൻ ഈസ് എ ഡീറ്റെയിൽഡ് ഡോക്യുമെൻറ്റ് ദാറ്റ് ഡിസ്ക്രൈബ് ദ ടെസ്റ്റ് സ്ട്രാറ്റജി, ഒബ്ജക്റ്റീവ്സ്, ഷെഡ്യൂൾ, എസ്റ്റിമേഷൻ ആൻഡ് ഡെലിവറബിൾസ് ആൻഡ് റിസോഴ്സ് റിക്വയർഡ് ഫോർ ടെസ്റ്റിംഗ്. ഓക്കെ, എന്താണിത്? ഇറ്റ്സ് എ ഡീറ്റെയിൽഡ് ഡോക്യുമെൻ്റ് ആണ്. എന്തൊക്കെയാണ് അതിൻ്റെ അത് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ ഡിസ്ക്രൈബ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്, ഷെഡ്യൂൾസ്, ഡെലിവറബിൾ, റിസോഴ്സ്, ഇതൊക്കെ എന്താണ് എന്ന് പറയുന്ന ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ് ടെസ്റ്റ് പ്ലാൻ. ഇറ്റ് ഈസ് എ ബ്ലൂ പ്രിൻ്റ് എന്ന് പറയാം. ഇതെന്താണ്? ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ എ ഡോക്യുമെൻറ്റ്. ഓക്കെ, എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ള ഡോക്യുമെൻറ്റിനാണ് നമുക്ക് എന്ത് വിളിക്കുന്നത്? എ ടെസ്റ്റ് പ്ലാൻ. അപ്പോൾ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ടെസ്റ്റ് മാനേജർ ഉണ്ടാവും. അയാളാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. ഇത് മോണിറ്റർ ചെയ്യുന്നതും അതിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു ടെസ്റ്റ് മാനേജർ ആയിരിക്കും. ടെസ്റ്റ് പ്ലാൻ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും അതിൻ്റെ ആക്ടിവിറ്റീസിനെ പറ്റി ഒക്കെ പറയുന്നത് ടെസ്റ്റ് മാനേജർ ആയിരിക്കും. അതായത് അതിൻ്റെ ലീഡർ, ഒരു ടെസ്റ്റിംഗ് ടീമിൻ്റെ ലീഡറാണ് ടെസ്റ്റ് മാനേജർ എന്ന്. അയാളാണ് എന്ത് ചെയ്യുന്നത്? ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് ഒരു ടെസ്റ്റ് പ്ലാൻ ഇല്ലെങ്കിൽ എന്താണെന്ന് വിചാരിക്കും. പക്ഷേ ടെസ്റ്റ് പ്ലാൻ ഇല്ലെങ്കിൽ കംപ്ലീറ്റ് നമ്മളുടെ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ വേസ്റ്റ് ആവും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടെസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത്. ടെസ്റ്റ് പ്ലാൻ ഇല്ലാതെ നമുക്ക് ടെസ്റ്റിംഗ് മുമ്പോട്ട് പോകില്ല. അപ്പോൾ ടെസ്റ്റ് പ്ലാൻ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് ടെസ്റ്റ് പ്ലാൻ, അതാണ് നെക്സ്റ്റ് നോക്കാം. എന്തൊക്കെയാണ് ഇത്? എല്ലാവരും നമുക്ക് ഇറ്റ് ഹെൽപ്സ് ടെസ്റ്റ് ടീം. ഇറ്റ് ഹെൽപ്സ് എ ടെസ്റ്റ് ടീമിനെ ഹെൽപ്പ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് ആണ്. ആരൊക്കെ ടെസ്റ്റ് ടീം എന്ന് പറയുന്നത്? ഡെവലപ്പേഴ്സ് ഉണ്ടാവും, ബിസിനസ് മാനേജേഴ്സ്, കസ്റ്റമേഴ്സ്, അണ്ടർസ്റ്റാൻഡ് ദ ഡീറ്റെയിൽസ് ഓഫ് ടെസ്റ്റിംഗ്. ഇവരൊക്കെ എന്താണ് ടെസ്റ്റിംഗ് എന്നതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുണ്ട് ഉപകരിക്കും ഏത് ടെസ്റ്റ് പ്ലാൻ എന്ന് പറയുന്ന ഡോക്യുമെൻറ്റ്. ഓക്കെ, ആൻഡ് പിന്നെ ടെസ്റ്റ് എസ്റ്റിമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്റ്റിമേഷൻ, അതേപോലെ തന്നെ സ്കോപ്പ്, സ്ട്രാറ്റജി ആർ ഡോക്യുമെൻറ്റഡ് ഇൻ ദ ടെസ്റ്റ് പ്ലാൻ. ഇതൊക്കെയാണ് എസ്റ്റിമേഷൻ. കോസ്റ്റ് എസ്റ്റിമേഷൻ ഉണ്ടാവും, എത്ര കോസ്റ്റ് വരുന്നുണ്ട്, ഇതൊക്കെ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യും, ടെസ്റ്റ് പ്ലാനിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സ്ട്രാറ്റജി ആൻഡ് സ്കോപ്പ് ഓഫ് ടെസ്റ്റിംഗ്. നമുക്ക് സ്കോപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എല്ലാ കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് ഒരു സ്കോപ്പ് ഉണ്ട്. ഔട്ട് ഓഫ് സ്കോപ്പ് ഉണ്ടാകും. ഔട്ട് ഓഫ് സ്കോപ്പ് നമുക്ക് ചിലപ്പോൾ നമ്മുടെ ടീമിനനുസരിച്ച് ഔട്ട് ഓഫ് സ്കോപ്പ് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഡിസൈഡ് ചെയ്യുന്നത് ടെസ്റ്റ് മാനേജറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റാണ് ടെസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻസ് ആയതുകൊണ്ടാണ് ഇറ്റ് ഹെൽപ്സ് ഈ ടെസ്റ്റിംഗ് സ്ട്രാറ്റജിയൊക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? വേറൊരാൾക്ക് ഇത് ഈ ഡോക്യുമെൻറ്റ് ഒന്ന് വെച്ചുകൊണ്ട് നമുക്ക് ടെസ്റ്റ് പ്ലാൻ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു ടെസ്റ്റ് പ്ലാൻ റൈറ്റ് ചെയ്യാം? അങ്ങനെയാണ് നോക്കാം. ഹൗ ടു റൈറ്റ് എ ടെസ്റ്റ് പ്ലാൻ. ഇതൊരു IEEE സ്റ്റാൻഡേർഡാണ്. IEEE 829. ആ സ്റ്റാൻഡേർഡിനനുസരിച്ചാണ് ടെസ്റ്റ് പ്ലാൻ റൈറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓരോ സ്റ്റെപ്പുകളും ഡിഫറെൻറ്റ് സ്റ്റെപ്പ്, മെയിനായിട്ട് 8 സ്റ്റെപ്പുകളാണ് ഒരു ടെസ്റ്റ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പാണ് അനലൈസ് ദ പ്രോഡക്റ്റ്. നെക്സ്റ്റ് ഓരോന്ന് നമുക്ക് എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. അനലൈസ് ദ പ്രോഡക്റ്റ്, ഡിസൈൻ ദ ടെസ്റ്റ് സ്ട്രാറ്റജി, ഡിഫൈൻ ദ ടെസ്റ്റ് ഒബ്ജക്റ്റീവ്സ്, ഡിഫൈൻ ടെസ്റ്റ് ക്രൈറ്റീരിയ, റിസോഴ്സ് പ്ലാനിംഗ്, പ്ലാൻ ടെസ്റ്റ് എൻവയോൺമെൻറ്റ്, schedule, estimation, determine test deliverables. These are the test plan steps. Okay, main step ആണ്. 8 സ്റ്റെപ്പുകളാണ് ഒരു ടെസ്റ്റ് പ്ലാൻ എന്താണ്? ഇറ്റ്സ് എ ബ്ലൂ പ്രിൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ടെസ്റ്റിനെ പറ്റിയുള്ള ബ്ലൂ പ്രിൻ്റ് ആണ്. ആ ബ്ലൂ പ്രിൻറ്റിൽ ഈ 8 സ്റ്റെപ്പുകൾ മെയിനായിട്ട് ഉണ്ടാവും. എന്തൊക്കെയാണുള്ളത് ഒന്നുകൂടി നോക്കും. അനലൈസ് ദ പ്രോഡക്റ്റ്, ഡിസൈൻ ദ ടെസ്റ്റ് സ്ട്രാറ്റജി, ടെസ്റ്റ് ഒബ്ജക്റ്റീവ്സ്, ടെസ്റ്റ് ക്രൈറ്റീരിയ, റിസോഴ്സ് പ്ലാനിംഗ്, പ്ലാൻ ടെസ്റ്റ് എൻവയോൺമെൻറ്റ്, ഷെഡ്യൂൾ ആൻഡ് എസ്റ്റിമേഷൻ, determine the test deliverables. പിന്നെ ഓരോന്നും എന്താ നോക്കാം. അപ്പോൾ അതൊന്ന് ഫിഗർ ആക്കിയതാണ് 8 സ്റ്റെപ്പുകൾ. ഓക്കെ, മറന്നുപോയത് സ്റ്റെപ്പ്. നെക്സ്റ്റ് ഫസ്റ്റ് സ്റ്റെപ്പാണ് അനലൈസ് ദ പ്രോഡക്റ്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അനലൈസ് ചെയ്യാണ്. എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്?
ആ സ്റ്റെപ്പ് അപ്പോൾ നമ്മൾ എന്താണ് ഒരു പ്രൊഡക്റ്റ് ഒരു നമ്മളൊരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ ക്യാൻ യു ടെസ്റ്റ് എ പ്രൊഡക്റ്റ് വിതൗട്ട് എനി ഇൻഫോർമേഷൻ അബൌട്ട് ഇറ്റ്. ഒരു പ്രോഡക്റ്റിനെ പറ്റി ഒരു ഇൻഫോർമേഷനോ ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുക? അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിന് വേണ്ടി എന്തൊക്കെയാണ് ഒരു സ്റ്റെപ്പ്, അത് എന്തൊക്കെയാണ്, എങ്ങനെയാണ് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഹൂ വിൽ യൂസ് ദ വെബ്സൈറ്റ്? അപ്പോൾ നമ്മൾ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? ഹൂ വിൽ യൂസ് ദ വെബ്സൈറ്റ്, നമ്മൾ വെബ്സൈറ്റാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ആ വെബ്സൈറ്റ് ആരാണ് യൂസ് ചെയ്യുന്നത്? വാട്ട് ഈസ് ഇറ്റ് യൂസ്ഡ് ഫോർ? ഹൗ വിൽ ഇറ്റ് വർക്ക്, എങ്ങനെ വർക്ക് ചെയ്യുന്നു? വാട്ട് ആർ സോഫ്റ്റ്വെയർ ഓർ ഹാർഡ്വെയർ ദ പ്രൊഡക്റ്റ് യൂസസ്? ദീസ് ആർ ദ ക്വസ്റ്റ്യൻസ്. അതായത് നമുക്ക് അനലൈസ് ചെയ്യണം, ആ പ്രൊഡക്റ്റിനെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ആരാണ് യൂസ് ചെയ്യുന്നത്, എപ്പോഴാണ് ചെയ്യുന്നത്, ആരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചോദിക്കും. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് നമ്മൾ കുറേ സ്റ്റെപ്പുകളിൽ നമ്മൾ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്നില്ലേ, അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് നമ്മളിത് മനസ്സിലാക്കും. എന്താണ് ചെയ്യുന്നത്, ആരാണ് ചെയ്യുന്നത്, ആര് യൂസ് ചെയ്യുന്നു, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് പറയുന്ന സമയത്ത് നിങ്ങൾ ഒരു പ്രൊജക്റ്റ് നിങ്ങൾ പണ്ട് ചെയ്തത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ടെസ്റ്റ് ആ മിനി പ്രൊജക്റ്റ് വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും നമ്മൾ ഈ സാഹചര്യത്തിൽ അതൊന്നും പോസിബിൾ. അപ്പോൾ തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യുക, ഡിഗ്രിക്കൊക്കെ ചെയ്തൊരു പ്രൊജക്റ്റ് ഉണ്ടാവില്ലേ, ആ പ്രൊജക്റ്റ് വെച്ചിട്ടൊന്ന് ആലോചിക്കുക ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അങ്ങനെ തന്നെ ആലോചിക്കണേ. അത് നിങ്ങളുടെ ഏതെങ്കിലും ഓരോരുത്തർ ചെയ്തിട്ടുണ്ടാകും, ആ ഒരു പ്രൊജക്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് അനലൈസ് ദ പ്രൊഡക്റ്റ്. അപ്പോൾ അനലൈസ് ദ പ്രൊഡക്റ്റ് നിങ്ങളുടെ മനസ്സിൽ വരണം, എന്താണ് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രൊജക്റ്റ് വരിക, ആ പ്രൊജക്റ്റിൽ നമ്മൾ അനലൈസ്, അപ്പോൾ ആരൊക്കെ യൂസ് ചെയ്യുന്നത്, എങ്ങനെ യൂസ് ചെയ്യുന്നത്, എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അനലൈസ് എന്ന് പറയുന്ന സ്റ്റെപ്പും കഴിയും. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചുറ്റും എന്ത് ചെയ്യുക, ആ ഇൻ്റർവ്യൂ ചെയ്തിട്ടോ എങ്ങനെ പ്രൊഡക്റ്റ് ഡോക്യുമെൻറ്റ് എന്തെങ്കിലുമൊക്കെ റിവ്യൂ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, അത് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ സ്റ്റെപ്പ്. എന്ന് പറഞ്ഞാൽ വി ക്യാൻ യൂസ് ദ ഫോളോയിങ് അപ്രോച്ച് ടു അനലൈസ് ദ സൈറ്റ്. ഇൻ്റർവ്യൂ ചെയ്യാം, ക്ലയൻറ്റിനെ ഇൻ്റർവ്യൂ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ റിവ്യൂ പ്രൊഡക്റ്റ് ആൻഡ് പ്രോജക്റ്റ് ഡോക്യുമെൻറ്റേഷനും അതേപോലെ തന്നെ പ്രൊഡക്റ്റും റിവ്യൂ ചെയ്യാം. ദെൻ പെർഫോം പ്രൊഡക്റ്റ് വാക്ക് ത്രൂ, അതായത് നമ്മൾ അതിൻ്റെ ചുറ്റും എന്ത് ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളൊന്ന് നോക്കുക, നമ്മളുടേതായ രീതിയിൽ ടെസ്റ്ററുടെ മൈൻഡോട് കൂടി ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ ക്ലയൻറ്റുമായിട്ട് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്, ആൻഡ് ഡെവലപ്പർ ഉണ്ടാവും, ഡെവലപ്പർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്, ഡെവലപ്പറെ കണ്ടുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ റിവ്യൂ ചെയ്യാം, പ്രൊഡക്റ്റ് നമ്മൾ അതിൻ്റെ ഡോക്യുമെൻ്റ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ റിവ്യൂ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യാം. അപ്പോൾ സ്റ്റെപ്പ് 1 ക്ലിയർ ആയല്ലോ. ഓക്കെ, എന്തായിരുന്നു സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്? പറയേ, അനലൈസ് ദ പ്രൊഡക്റ്റ്. ഓക്കെ, അനലൈസ് ദ പ്രൊഡക്റ്റ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഡെവലപ്പ് ദ ടെസ്റ്റ് സ്ട്രാറ്റജി. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഡെവലപ്പ് ടെസ്റ്റ് സ്ട്രാറ്റജി. അപ്പോൾ ഇറ്റ് ഈസ് എ ക്രിട്ടിക്കൽ സ്റ്റെപ്പ്. Test strategy is a critical step in making test plan. അപ്പം നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. സ്ട്രാറ്റജി, നമ്മുടെ സ്ട്രാറ്റജി എന്താണെന്ന് തീരുമാനിക്കണം. എ ടെസ്റ്റ് സ്ട്രാറ്റജി ഈസ് എ document is a high level document which is usually developed by test manager. അപ്പോൾ ടെസ്റ്റ് മാനേജർ ആണ് ഈ സ്ട്രാറ്റജി ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ആ സ്ട്രാറ്റജി, നമ്മുടെ സ്ട്രാറ്റജി എന്താണ്, അത് കമ്പനിക്ക് അനുസരിച്ച് വ്യത്യാസമുണ്ട്. ആ കമ്പനിക്ക് അനുസരിച്ചുള്ള സ്ട്രാറ്റജി ഡിഫൈൻ ചെയ്യുന്ന ടെസ്റ്റ് മാനേജറാണ്. ടെസ്റ്റ് മാനേജർ അത് ഡിഫൈൻ ചെയ്യും. അപ്പോൾ ഒരു ഡോക്യുമെൻ്റാണ്, ആ ടെസ്റ്റ് മാനേജർ ക്രിയേറ്റ് ചെയ്യുന്ന ഡോക്യുമെൻ്റാണ്, ഒരു ഹൈ ലെവൽ ഡോക്യുമെൻ്റാണ്. ഈ ഡോക്യുമെൻറ്റിൽ എന്തൊക്കെ ഉണ്ടാവും? ദ പ്രൊജക്റ്റ് ടെസ്റ്റിംഗ് ഒബ്ജക്റ്റീവ് ആൻഡ് മീൻസ് ടു അച്ചീവ് ദം. The project's testing objectives, വളരെ ഇമ്പോർട്ടൻറ്റ്, ടെസ്റ്റിംഗ് ഒബ്ജക്റ്റ്, the project's testing objectives and the means to അച്ചീവ് ദം. അതിൻ്റെ ടെസ്റ്റിംഗ് ഒബ്ജക്റ്റീവ്സ് എന്താണ്? ഓരോ കമ്പനിക്കും അതിൻ്റെ ടെസ്റ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാകും. അതേപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റിൽ എന്താണ് മെയിനായിട്ട് എയിം ചെയ്യുന്നതെന്ന് കൂടി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ അതാണ് ഈ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് രണ്ടാമത്തത് ഡിറ്റർമൈൻ ദ ടെസ്റ്റിംഗ് എഫേർട്ട് ആൻഡ് കോസ്റ്റ്. ഡിറ്റർമൈൻസ് ടെസ്റ്റിംഗ് എഫേർട്ട് ആൻഡ് കോസ്റ്റ്. ഈ രണ്ട് കാര്യങ്ങളും എന്തിലുണ്ടാവും? നമ്മുടെ ഡോക്യുമെൻറ്റിൽ ഉണ്ടായിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടെസ്റ്റിംഗ് സ്ട്രാറ്റജിയാണ്, ഡെവലപ്പ് ടെസ്റ്റ് സ്ട്രാറ്റജിയാണ് ടെസ്റ്റ് മാനേജർ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഡോക്യുമെൻറ്റിൽ
ഒന്ന് ടെസ്റ്റിംഗ് ഒബ്ജക്റ്റീവ് ഉണ്ടാവും, അതേപോലെ തന്നെ ടെസ്റ്റിംഗ് എഫേർട്ടും അതിൻ്റെ കോസ്റ്റും ഇതുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു എഫേർട്ട് വെച്ചിട്ട് ഈ ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് നിങ്ങളുടെ പ്രൊജക്റ്റ്, നിങ്ങൾ ഓരോരുത്തരുടെയും പ്രൊജക്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്ത് പ്രൊജക്റ്റ് ആവാം, ഏതെങ്കിലും ഒരു നിങ്ങൾ ചെയ്തിരിക്കുന്ന വെബ്സൈറ്റ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും മാനേജ്മെൻറ്റ് സിസ്റ്റം ആവാം. ആ മാനേജ്മെൻറ്റ് സിസ്റ്റം വെച്ചിട്ട് നിങ്ങൾ വീണ്ടും ആലോചിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഈ ടെസ്റ്റ് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ മെയിനായിട്ട് 4 സ്റ്റെപ്പുകളുണ്ട് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യണേ. അതിന് വേണ്ടിയിട്ടുള്ള ഒന്ന്, ഫസ്റ്റ് സ്ട്രാറ്റജി ഡെവലപ്പ് ആയ ക്രിട്ടിക്കൽ സ്റ്റെപ്പാന്ന് പറഞ്ഞു. അപ്പോൾ സ്ട്രാറ്റജി എങ്ങനെയൊക്കെ ഡിഫൈൻ ചെയ്യുന്നത്, ഒന്നെന്താണ്, ഡിഫൈൻ സ്കോപ്പ് ഓഫ് ടെസ്റ്റിംഗ്. രണ്ടാമത് ഐഡൻറ്റിഫൈ ടെസ്റ്റിംഗ് ടൈപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഐഡൻറ്റിഫൈ ടെസ്റ്റിംഗ് ടൈപ്പ്. മൂന്നാമത് ഡോക്യുമെൻറ്റ് റിസ്ക് ആൻഡ് ഇഷ്യൂസ്. 4 ക്രിയേറ്റ് ടെസ്റ്റ് ലോജിസ്റ്റിക്സ്. അപ്പോൾ ഈ 4 സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്യണം ടെസ്റ്റ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത്. യു നീഡ് ടു ഡെവലപ്പ് ടെസ്റ്റ് സ്ട്രാറ്റജി ഫോർ ടെസ്റ്റിംഗ്, യു ഷുഡ് ഫോളോ ദ സ്റ്റെപ്സ്. ഓക്കെ, നമ്മൾ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യണം, എന്നിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അതിൽ ഫസ്റ്റ് വൺ എന്താണ്, ഡിഫൈൻ സ്കോപ്പ് ഓഫ് ടെസ്റ്റിംഗ്. അപ്പോൾ സ്കോപ്പ് എന്താണ്, സ്കോപ്പ് അപ്പോൾ നമ്മുടെ സ്കോപ്പ് എന്ന് പറയുന്നത് ഒരു ടെസ്റ്റ് ചെയ്യാൻ നമ്മളുടെ കയ്യിലുള്ള റിസോഴ്സസ് ഉണ്ട്, അതേപോലെ ആ കയ്യിലുള്ള റിസോഴ്സ് വെച്ചുകൊണ്ടാണ് നമ്മൾ സ്കോപ്പ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ എന്തൊക്കെ കമ്പോണൻസ് ആണ് നമ്മുടെ കയ്യിൽ, ദ കമ്പോണൻസ് ഓഫ് ദ സിസ്റ്റം ടു ബി ടെസ്റ്റഡ്, അതാണ് ഒരു സ്കോപ്പ്. നമ്മൾ സ്കോപ്പ് ചെയ്യുന്നത് ഇൻ സ്കോപ്പ് എന്ന് പറയും അതിന്. ഏതൊക്കെ കമ്പോണൻ്റ് ആണ് നമ്മുടെ ടെസ്റ്റ്, നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ദാറ്റ് ഈസ് ഇൻ സ്കോപ്പ്. ഓക്കെ, അതിനാണ് ഇൻ സ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയായിരിക്കും കമ്പോണൻസ് ഓഫ് ദ സിസ്റ്റം ടു ബി ടെസ്റ്റഡ്, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, മിഡിൽവെയർ എക്സെട്ര ആർ ഡിഫൈൻഡ് ആസ് ഇൻ സ്കോപ്പ്. അപ്പോൾ അതൊക്കെ എന്താണ്, ഇൻ സ്കോപ്പാണ്. അപ്പോൾ നമ്മൾ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കോപ്പ് ആദ്യം തന്നെ പറയണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഔട്ട് ഓഫ് സ്കോപ്പ് പോകും. അപ്പോൾ ഔട്ട് ഓഫ് സ്കോപ്പ് പോവാതെ നമ്മുടെ സ്കോപ്പ് എവിടം വരെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിൽ പറയണം. The components of the system that will not be tested also need to be clearly defined as being out of scope. അതേപോലെ തന്നെ എന്തും ഡിഫൈൻ ചെയ്യണം, എന്തൊക്കെയാണ് ഔട്ട് ഓഫ് സ്കോപ്പ് എന്നും കൂടി പറയണം. അത് അവിടത്തേക്ക് പോവേ വേണ്ട, തൊടുകയേ വേണ്ട. അപ്പം നമ്മൾ ഏതൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇൻ സ്കോപ്പിലുള്ളത് മാത്രമേ ആലോചിക്കേണ്ടുള്ളൂ, ഔട്ട് ഓഫ് സ്കോപ്പിലുള്ളത് നമ്മൾ ആലോചിക്കേണ്ട. ഔട്ട് ഓഫ് സ്കോപ്പിലുള്ളത് പുറത്തുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും. അത് ചിലപ്പോൾ ചെയ്യാൻ പറ്റാത്തതിന് കാരണം നമ്മളുടെ റിസോഴ്സസ് കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മളുടെ ടൂൾസ് കൊണ്ടാവാം, എന്തും ആവാം. ഓക്കെ, ടൂൾസ് കൊണ്ട് ചിലത് നമുക്ക് തൊടാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു സ്കോപ്പ് ഫൈൻഡ് ചെയ്യുന്നത്, അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് സ്കോപ്പ് ഒരു ടു ഡിറ്റർമൈൻ സ്കോപ്പ് യു മസ്റ്റ് പ്രിസൈസ് കസ്റ്റമർ റിക്വയർമെൻറ്റ്. പ്രിസൈസ് കസ്റ്റമർ റിക്വയർമെൻറ്റ് ആദ്യം അറിഞ്ഞിരിക്കണം. പ്രൊജക്റ്റ് ബഡ്ജറ്റ് എന്താണെന്ന് അറിയണം. പ്രൊഡക്റ്റ് സ്പെസിഫിക്കേഷൻ, സ്കിൽസ് ആൻഡ് ടാലൻറ്റ് ഓഫ് അവർ ടെസ്റ്റ് ടീം. അപ്പോൾ ഇത്രയും നമ്മളൊരു സ്കോപ്പ് ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് അറിയണം എന്താണ് റിക്വയർമെൻറ്റ്, പിന്നെ ബഡ്ജറ്റ് എത്രയാണ്, സ്പെസിഫിക്കേഷൻ, പ്രൊഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻ, പിന്നെ നമ്മളെ കയ്യിലുള്ള ആൾക്കാരും അയാളുടെ സ്കില്ലെല്ലാം നമുക്കല്ലേ അറിയാം, ടെസ്റ്റ് മാനേജർക്കാരാണ് അറിയാം. അപ്പോൾ അതിനനുസരിച്ചാണ് അയാൾ സ്കോപ്പ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ ഔട്ട് ഓഫ് സ്കോപ്പ് എന്ന് പറയുന്നത് നമുക്ക് പറ്റാത്ത കാര്യങ്ങളൊക്കെ എന്താണ് ഔട്ട് ഓഫ് സ്കോപ്പിൽ പോകും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഔട്ട് ഓഫ് സ്കോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ചിലപ്പോൾ എന്താണ് നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ് ഉണ്ടാവില്ല, അതായത് സ്ട്രെസ്, പെർഫോമൻസ്, അതൊക്കെ എന്താണ് മാനുവലായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ നമ്മളത് ടെസ്റ്റ് ചെയ്യില്ല, അതൊക്കെ എന്ത് വേണമെങ്കിലും എന്ത് പറയാം, നമുക്ക് ഔട്ട് ഓഫ് സ്കോപ്പ് എന്ന് പറയാം. അപ്പം ഒരു പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്തു, നിങ്ങൾ ഡെവലപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് പറയുകയാണ്, സ്ട്രെസ് ടെസ്റ്റ്, പെർഫോമൻസ് ടെസ്റ്റ്, ലോജിക്കൽ ടെസ്റ്റ് ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, അതൊക്കെ ഔട്ട് ഓഫ് സ്കോപ്പിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു സിമ്പിൾ പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്ന എപ്പോഴും എന്തിനായിരിക്കും, യൂണിറ്റ് ടെസ്റ്റിംഗ് മാത്രമേ അതിലുണ്ടാവുള്ളൂ. ബാക്കിയുള്ള ടെസ്റ്റുകളൊക്കെ വളരെ അപൂർവമായിട്ട് മാത്രമേ നമ്മളുടെ പ്രൊജക്റ്റിൽ കയറി വരാൻ ചാൻസ് ഉള്ളൂ. വലിയ പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഉണ്ടാവും. ഓക്കെ, അതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്, ഐഡൻറ്റിഫൈ ടെസ്റ്റിംഗ് ടൈപ്പ്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് പ്രൊസീജിയർ ദാറ്റ് ഗിവ്സ് ആൻ എക്സ്പെക്റ്റഡ് ടെസ്റ്റ് ഔട്ട്കം. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കിട്ടാനുള്ള സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ.
അതാണ് ടെസ്റ്റിംഗ് ടൈപ്പ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സിനാണ് നമ്മൾ ടെസ്റ്റിംഗ് ടൈപ്പ് എന്ന് പറയുന്നത്. നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടണം, ഔട്ട്പുട്ട് കിട്ടാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ടൈപ്പ്. ഇതാണ് ഈ ടെസ്റ്റിംഗ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ടെസ്റ്റിംഗ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടെസ്റ്റ് ഇല്ലേ. യൂണിറ്റ് ടെസ്റ്റ്, പിന്നെ ഇൻ്റഗ്രേഷൻ ടെസ്റ്റ്, സിസ്റ്റം ടെസ്റ്റ്, പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന അജൈൽ ടെസ്റ്റിംഗ്, എക്സെട്ര. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഐഡൻറ്റിഫൈ ടെസ്റ്റിംഗ് ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഏതൊക്കെ ടെസ്റ്റാണ് ചെയ്യുന്നത്. ഏത് ടെസ്റ്റാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതാണ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡിറ്റക്റ്റിംഗ് ബഗ്സ്. ഓക്കെ, നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പേ നമ്മുടെ സാധനത്തിൽ ഒരു ബഗ്സും ഇല്ല എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കൊടുക്കുക. അതാണ് എന്തിൻ്റെ ഉദ്ദേശം, ടെസ്റ്റിങ്ങിൻ്റെ ഉദ്ദേശം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ടെസ്റ്റിംഗ് ടൈപ്പ്, ഏതൊക്കെ ടെസ്റ്റിംഗ് ടൈപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഏതിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ ഇപ്പം എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് എന്ത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, എല്ലാ ടൈപ്പ് ടെസ്റ്റ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള ടെസ്റ്റ് മാത്രം എല്ലാത്തിലും. ഇപ്പം നമ്മൾ കുറേ ടെസ്റ്റിംഗ് പഠിച്ചു, പക്ഷേ അതിലേതെങ്കിലും 2 3 അല്ലെങ്കിൽ ചിലപ്പോൾ 4 ഒക്കെ അത്ര മാത്രമേ നമ്മൾ എല്ലാ ടെസ്റ്റിലും ഉപയോഗിക്കുക. അല്ലാണ്ട് എല്ലാ ടെസ്റ്റിങ്ങും നമ്മൾ എല്ലാ ആപ്ലിക്കേഷനും യൂസ് ചെയ്യാൻ പോകുന്നില്ല. അപ്പം നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ അനുസരിച്ച് ആ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഏതൊക്കെ ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യണം. മൂന്നാമത്തെ എന്താണ്, ഡോക്യുമെൻറ്റ് റിസ്ക് ആൻഡ് ഇഷ്യൂസ്. റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്യൂച്ചറിൽ വരാൻ ചാൻസ് ഉള്ളതാണ്. എന്തൊക്കെ വരാം? റിസ്ക് ഈസ് എ ഫ്യൂച്ചർ അൺസർട്ടൻ ഇവൻറ്റ് വിത്ത് പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ആൻഡ് പൊട്ടൻഷ്യൽ ഫോർ ലോസ്. അത് നമുക്ക് ലോസ്, കമ്പനിക്ക് ലോസ് വരാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ ആ ക്ലയൻറ്റിന് ലോസ് വരാൻ ചാൻസ് ഉള്ള ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന റിസ്ക്കുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഡോക്യുമെൻറ്റ് റിസ്ക് ആൻഡ് ഇഷ്യൂസ് എന്ന് പറയുന്നത് അൺസർട്ടൻ ഇവൻ്റ് ആണ്, നമുക്കറിയില്ല, പക്ഷെ അത് വരാൻ ചാൻസ് ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നു. അതിനാണ് അതാണ് എന്ത് സ്പെസിഫൈ ചെയ്യുന്നത്, ഡോക്യുമെൻറ്റ് റിസ്ക് ആൻഡ് ഇഷ്യൂസിൽ നമ്മൾ. അപ്പോൾ അത് ചിലപ്പം വരാം, അപ്പോൾ അത് വരില്ല. അപ്പോൾ വരാനും വരാതിരിക്കാനും ചാൻസ് ഉള്ളൊരു കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് കണ്ടു. അതായത് ഇപ്പം ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു, ഡാറ്റാബേസ് ഉണ്ടാക്കി നമ്മൾ എന്താണ്, നമ്മുടെ സൈസ്, നമ്മൾ വാങ്ങിയിരിക്കുന്ന വെബ്സൈറ്റിൻ്റെ സൈസ് എത്രയാണെന്ന് വിചാരിക്കുക. നമ്മൾ സ്പേസ് വാങ്ങി, മെമ്മറി സ്പേസ് വാങ്ങി വെറും 500 MB ആണുള്ളതെന്ന് വിചാരിക്കുക. 500 MB സ്പേസും കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു 10-15 വർഷം കഴിയുമ്പോൾ നമ്മൾ അതിലുള്ള ഡാറ്റയുടെ അളവ്, അതായത് ഡാറ്റാബേസ് ഉണ്ട്, ടേബിളിലെ ഡാറ്റേൻ്റെ എണ്ണം ഇങ്ങനെ പെരുകി വരികയാണ്. അപ്പോൾ ആ സൈസ് മതിയാവില്ലല്ലോ. അപ്പോൾ അതൊക്കെ എന്താണ് ഭാവിയിൽ വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതെന്ത് ചെയ്യണം, നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് 4ാമത്തെ സ്റ്റെപ്പാണ് ക്രിയേറ്റ് ടെസ്റ്റ് ലോജിസ്റ്റിക്സ്. അപ്പോൾ ടെസ്റ്റ് ലോജിക്സ് എന്ന് പറയുന്നാൽ ആരൊക്കെ, അത് നമ്മൾ അതിലൊരു ടെസ്റ്റ് മാനേജറാണ് ചെയ്യുന്നത്. ടെസ്റ്റ് മാനേജറിലൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഹൂ വിൽ ടെസ്റ്റ്, വെൻ വിൽ ദ ടെസ്റ്റ് ഒക്കർ. ആരാണ് ടെസ്റ്റ് ചെയ്യുന്നത്, ആൻഡ് വെൻ വിൽ ദ ടെസ്റ്റ് ഒക്കർ. ആര് ടെസ്റ്റ് ചെയ്യുന്നു, എപ്പോൾ ടെസ്റ്റ് ആരംഭിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റൊക്കെ ആരാണ്, നെയിമോ അല്ല അതെന്താണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതെന്തിനു വേണമെന്നാണ്, നമ്മളുടെ സ്കില്ലിനനുസരിച്ചൊക്കെയാണ് ആര് ഡിസൈൻ ചെയ്യുന്നത്, നമ്മളുടെ ടെസ്റ്റ് മാനേജർ ഡിസൈൻ ചെയ്യുന്ന ബഡ്ജറ്റ് നോക്കണം. ബഡ്ജറ്റൊക്കെ നോക്കിക്കൊണ്ട് ആ കറക്റ്റ് സ്കില്ലുള്ള ഒരാളെ, ഒരു ഏബിളായ ഒരാളെ തന്നെ ആ ടെസ്റ്റ് ഏൽപ്പിക്കണം. അയാൾക്കറിയാം ഓരോരുത്തരുടെ സ്കിൽ എന്താണ്. അപ്പോൾ ആ സ്കിൽ ഇപ്പോൾ എന്താണ്, ഒരാളുടെ കഴിവ്, എത്രത്തോളം കഴിവുണ്ട് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവ് നോക്കണം. പിന്നെ അയാളുടെ ക്വാളിറ്റി, പിന്നെ ഒരു ഡീറ്റെയിൽസ് അറ്റൻഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത്, പിന്നെ കോപ്പറേഷൻ, ടീമിലുള്ള കോപ്പറേഷൻ, ഇതൊക്കെ നോക്കിക്കൊണ്ട് ആരാണ് ടെസ്റ്റ് ചെയ്യുന്നത് ഡിസൈഡ് ചെയ്യുന്നു. ആൻഡ് എപ്പോഴാണ്, അടുത്തെന്താണ്, വെൻ വിൽ ദ ടെസ്റ്റ് ഒക്കർ. രണ്ടാമത്താണ് പറയുന്നതാണ് വെൻ വിൽ, എപ്പോഴാണ് ടെസ്റ്റിംഗ് എപ്പോഴാണ് ആരംഭിക്കുന്നത്, നമ്മൾ ആ പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ആയി എന്ന് പറയുമ്പോൾ, അത് ടെസ്റ്റ് എൻവയോൺമെൻറ്റും നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സസും അതേപോലെ നമ്മളുടെ പ്രൊഡക്റ്റും റെഡി ആയി കഴിഞ്ഞാൽ, പ്രൊഡക്റ്റ്, ഹ്യൂമൻ റിസോഴ്സ്, നമ്മളുടെ എൻവയോൺമെൻറ്റ് ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ടെസ്റ്റ് ചെയ്യാം. അതാണ് ടെസ്റ്റ്, എപ്പോഴാണ് ടെസ്റ്റ് ഒക്കർ ചെയ്യുക എന്ന് പറയുന്നത്. നമുക്ക് എല്ലാം എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കണ്ടീഷൻസും ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ടെസ്റ്റ് ചെയ്യാം. ഇനി നമ്മൾ പറഞ്ഞു 8 സ്റ്റെപ്പ് പറഞ്ഞു, അതിൽ 3ാമത്തെ സ്റ്റെപ്പാണ് ഇനി പറയുന്നത്. നമ്മൾ 2ാമത്തെ സ്റ്റെപ്പിലായിരുന്നു ഉള്ളത്. 2ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ അതിൻ്റെ 4 സ്റ്റെപ്പുകൾ പറഞ്ഞു, സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ. അപ്പോൾ 4 സ്റ്റെപ്പുകൾ പറഞ്ഞു. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം, 3ാമത്തെ സ്റ്റെപ്പ്, ഡിഫൈൻ ടെസ്റ്റ് ഒബ്ജക്റ്റീവ്. അപ്പോൾ നമ്മൾ സ്ട്രാറ്റജി പറഞ്ഞതുപോലെ തന്നെ ഇയാളും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ ഗോൾ എന്താ, ടെസ്റ്റ് ഒബ്ജക്റ്റീവ് ഇസ് ദ ഓവറോൾ ഗോൾ ആൻഡ് അച്ചീവ്മെൻറ്റ് ഓഫ് ദ ടെസ്റ്റ് എക്സിക്യൂഷൻ. ഇറ്റ് ഇസ് ദ ഗോൾ ആൻഡ് അച്ചീവ്മെൻറ്റ് ഓഫ് ദ ടെസ്റ്റ് എക്സിക്യൂഷൻ. അപ്പോൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം എത്രത്തോളം ബഗ്സ് കണ്ടുപിടിക്കുക നമ്മളുടെ ഡാറ്റയിൽ, അപ്പോൾ അത് ബഗ് ഫ്രീ ആയിട്ട് നമുക്ക് ആ പ്രൊഡക്റ്റ് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. അതായത് ടെസ്റ്റഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ബഗ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്.
മാക്സിമം കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുക. എത്രത്തോളം തെറ്റുകൾ കണ്ടുപിടിക്കാൻ പറ്റുന്ന അത്രത്തോളം നല്ലത്, ആ പ്രൊഡക്റ്റ് നന്നാവും. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് ക്ലയൻറ്റിന് കൊടുക്കുന്നതിന് മുമ്പേ കംപ്ലീറ്റ് എറേഴ്സും ഡിസ്കവർ ചെയ്യുക. കംപ്ലീറ്റും പറ്റിയെന്നിൽ വരില്ല, നമുക്ക് എന്ത് ചെയ്യണം, ഒരു 95% എങ്കിലും എററുകൾ എന്ത് ചെയ്യുക, കറക്റ്റ് ചെയ്യുക. അതാണ് ടെസ്റ്റ് ഒബ്ജക്റ്റീവ്. ഓക്കെ, അപ്പോൾ ഒരു ടെസ്റ്റ് ഒബ്ജക്റ്റീവ് നമ്മൾ ചെയ്യണമെങ്കിൽ ടു ഡിഫൈൻ ടെസ്റ്റ് ഒബ്ജക്റ്റീവ്സ് യു ഷുഡ് ഡു two following steps. ഒന്ന്, all the software features, list all the software features അതിൻ്റെ ഫങ്ഷനാലിറ്റിയും പെർഫോമൻസും ഒക്കെ. പിന്നെ എന്ത് ചെയ്യണം, ഡിഫൈൻ ദ ടാർഗറ്റ് ഓഫ് ദ ഓർ ദ ഗോൾ ഓഫ് ദ ടെസ്റ്റ് ബേസ്ഡ്, അതിൻ്റെ ടാർഗറ്റ് എന്താണെന്നും ഇത് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒബ്ജക്റ്റീവ് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 2 സ്റ്റെപ്പും കൂടി ടെസ്റ്റ് ഒബ്ജക്റ്റീവ്സിൽ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഏത് ടോപ്പ് ഡൗൺ അപ്രോച്ചോ ബോട്ടം അപ്രോച്ചോ ഏത് അപ്രോച്ച് വേണമെങ്കിലും ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ ഒബ്ജക്റ്റീവ് ക്രിയേറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് എങ്ങനെയാണെന്നുള്ളതനുസരിച്ചിരിക്കും. അപ്പം ചിലപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് എന്തായിരിക്കാം, ടോപ്പ് ഡൗൺ, അത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണെങ്കിൽ അതിനനുസരിച്ച്, അല്ലെങ്കിൽ ടോപ്പ് ഡൗൺ ആണെങ്കിൽ ടോപ്പ് ഡൗൺ എന്ത് ചെയ്യുക, നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്യുക, താഴത്തേക്ക് ടെസ്റ്റ് ചെയ്ത് വരാം. നെക്സ്റ്റ്, ഡിഫൈൻ ടെസ്റ്റ് ക്രൈറ്റീരിയ. But define test procedure. It is a rule. It is a standard or rule on which test procedure or test judgment can be based. നമ്മളുടെ ടെസ്റ്റ് ബേസ് ചെയ്തിരിക്കുന്നതിൻ്റെ പ്രൊസീജിയർ റൂൾസ്, ആ റൂള് സെറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ കമ്പനി ആയിരിക്കാം, അല്ലെങ്കിൽ ക്ലയൻറ്റ് ആയിരിക്കാം. ആ റൂൾസ് പ്രൊസീജിയേഴ്സ് അവർ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ക്രൈറ്റീരിയ, 2 ടൈപ്പ് ക്രൈറ്റീരിയ ആണുള്ളത്. ഒന്നെന്താണ്, സസ്പെൻഷൻ ക്രൈറ്റീരിയയും ഒന്ന് എക്സിറ്റ് ക്രൈറ്റീരിയ ആണ്. സസ്പെൻഷൻ ക്രൈറ്റീരിയയും എക്സിറ്റ് ക്രൈറ്റീരിയ. സസ്പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു എന്തെങ്കിലും ചെക്ക് ചെയ്തു, നമ്മൾ എന്താണ് ഒരു പ്രോജക്റ്റ് വെരിഫൈ ചെയ്യണം. സ്പെസിഫൈ ദ ക്രിട്ടിക്കൽ സസ്പെൻഷൻ ക്രൈറ്റീരിയ ഫോർ ഇഫ് ദ സസ്പെൻഷൻ ക്രൈറ്റീരിയ ആർ മെറ്റ് ഡ്യൂറിംഗ് ടെസ്റ്റ് ദ ആക്റ്റീവ് ടെസ്റ്റ് സൈക്കിൾ വിൽ ബി സസ്പെൻഡഡ് അണ്ടിൽ ദ ക്രൈറ്റീരിയ റിസോൾവ്. എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മളൊരു ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏകദേശം എന്താണ്, കുറേ ഒരു ഫോർ എക്സാമ്പിൾ ഒരു 30 to 40%, അതിൽ 40% എന്ത് ചെയ്യാണ്, 40% ടെസ്റ്റ് കേസുകളും ഫെയിലായി നേരിച്ചു. അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റിലെ ടെസ്റ്റ് കേസുകളെല്ലാം എന്താണ്, ഒരു 40% ഫെയിലാണ് എങ്കിൽ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, സസ്പെൻഡ് ചെയ്യും. അതായത് പിന്നെ മുമ്പോട്ട് പോകാതെ അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യും. ഇതാണ് സസ്പെൻഷൻ എന്ന് പറയുന്നത്. നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ എറേഴ്സ് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ്, നമ്മൾ 50% ബിലോ 50% എന്ത് തന്നെയാണ്, ഫെയിൽ ആവുകയാണ്. ബിലോ 50% ഫെയിലായാൽ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, സസ്പെൻഡ് ചെയ്യും. നമ്മുടെ ടെസ്റ്റ് സസ്പെൻഡ് ചെയ്തിട്ട് ഡെവലപ്പറോട് കാര്യം പറയും. അപ്പോൾ ഡെവലപ്പർ അത് കറക്റ്റ് ചെയ്ത് വരുന്നവരെ നമുക്ക് സമയമുണ്ട്. അവർ കറക്റ്റ് റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, ഡെവലപ്പർ അത് റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും മുമ്പോട്ട് പോകും. അതിനാണ് ഇത് വിളിക്കുന്നത് ടെസ്റ്റ് ക്രൈറ്റീരിയയിൽ സസ്പെൻഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. രണ്ടാമത്താണ് എക്സിറ്റ് ക്രൈറ്റീരിയ. എക്സിറ്റ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് സ്റ്റോപ്പ് ചെയ്യണ്ടേ, എവിടെയെങ്കിലും വെച്ച്. ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ ടെസ്റ്റ് എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ആ ടെസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാനുള്ളതാണ് എക്സിറ്റ് ക്രൈറ്റീരിയ. സ്പെസിഫൈ ദ ക്രൈറ്റീരിയ ദാറ്റ് ഡിനോട്ട് ദ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് എ ടെസ്റ്റ് ഫേസ്. ആ ടെസ്റ്റ് ഫേസിൻ്റെ കംപ്ലീഷനാണ്. അപ്പോൾ അതൊക്കെ പറയുന്നത് നമുക്ക് 100% എന്നല്ല, 95% ടെസ്റ്റ് കേസുകളും നമുക്ക് സക്സസ് ആണെങ്കിൽ, 95% സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ടെസ്റ്റ് ക്രൈറ്റീരിയ എൻഡ് ചെയ്യാം. അതായത് എക്സിറ്റ് ക്രൈറ്റീരിയ നമുക്ക് കൊടുക്കാം. നമ്മുടെ ഫേസ്, ആ ഒരു ഫേസ് എൻഡ് ചെയ്തെന്ന് പറയാം. ഇതിനാണ് എക്സിറ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഓക്കെ, അഞ്ചാമത്തെ സ്റ്റെപ്പ് റിസോഴ്സ് പ്ലാനിങ്. എന്താണ് റിസോഴ്സ് പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിസോഴ്സ് ഏതൊക്കെ ടൈപ്പ് റിസോഴ്സ് ആയിരിക്കും നമുക്ക് ആവശ്യമുണ്ടാവുക. It is a detailed summary of all type of resource required to complete project task. ആ ഒരു project task complete ചെയ്യാൻ ഏതൊക്കെ ടൈപ്പ് റിസോഴ്സസ് ആണ് ആവശ്യം, required to complete project task ആണ്. It is a detailed summary of all type of resource required to complete. അപ്പോൾ നമ്മുടെ റിസോഴ്സിൽ വരുന്നതാണ് ഹ്യൂമൻ ബീയിങ് ഉണ്ട്, എക്യുപ്മെൻ്റ് ഉണ്ട്, മെറ്റീരിയൽസ്. അതിന് നമ്മുടെ പ്രോജക്റ്റിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും, എല്ലാം എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് ആവാം, നമ്മുടെ കുറേ എക്യുപ്മെൻറ്റ്സ് ആവശ്യമുണ്ടാവാം, ആ എൻവയോൺമെൻറ്റ്, ടെസ്റ്റ് എൻവയോൺമെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണ്ടേ, ആ ടെസ്റ്റ് എൻവയോൺമെൻറ്റ് ആവശ്യമായ കാര്യങ്ങളൊക്കെ ആവാം. ഇതൊക്കെ പ്ലാൻ ചെയ്യുക. അതാണ് റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അതായത് ഇപ്പോൾ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ റിസോഴ്സിൽ ആരൊക്കെ വരാം, ടെസ്റ്റ് മാനേജർ വരും, ടെസ്റ്റേഴ്സ് വരും, പിന്നെ ഡെവലപ്പർ ഉണ്ടാവും. അത് ടെസ്റ്റിൽ ഡെവലപ്പറും കൂടി വരും, പിന്നെ ടെസ്റ്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടാവും,
പിന്നെ DBA ഉണ്ടാവും. ഇവരൊക്കെ നമുക്ക് റിസോഴ്സസ് ആയിട്ട് പറയാം. പിന്നെ സിസ്റ്റം റിസോഴ്സസ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കാം? സെർവർ, പിന്നെ ടെസ്റ്റ് ടൂൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ടെസ്റ്റ് ടൂളുകൾ, നെറ്റ്വർക്ക്, നമ്മുടെ കമ്പ്യൂട്ടർ, ഇതൊക്കെ എന്താണ്? സിസ്റ്റം റിസോഴ്സാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കണം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പാണ് 6ാമത്തെ സ്റ്റെപ്പ്, ടെസ്റ്റ് എൻവയോൺമെൻറ്റ്. പ്ലാൻ ടെസ്റ്റ് എൻവയോൺമെൻറ്റ്. അപ്പോൾ ടെസ്റ്റ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആക്ച്വൽ എൻവയോൺമെൻറ്റ് എന്താണോ എന്നുള്ളത് നമ്മൾ ലാബ് ക്രിയേറ്റ് ചെയ്യുന്നു. ആക്ച്വൽ എൻവയോൺമെൻറ്റ് അനുസരിച്ച് നമ്മൾ ലാബ് ക്രിയേറ്റ് ചെയ്യുക. ടെസ്റ്റ് ഈസ് എ സെറ്റപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ ഓൺ വിച്ച് ടെസ്റ്റിംഗ് ടീം ഈസ് ഗോയിങ് ടു എക്സിക്യൂട്ട് ടെസ്റ്റ് കേസസ്. അപ്പോൾ ഒരു ബിസിനസ് എൻവയോൺമെൻറ്റ് ആയിരിക്കും. ഇപ്പോൾ എവിടെയാണോ അത് വർക്ക് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും. The test environment consists of real business and user environment. Okay, അപ്പോൾ physical environment it as well as physical environment such as server, front end, running environment. അപ്പോൾ റണ്ണിങ് എൻവയോൺമെൻറ്റും ഫിസിക്കൽ എൻവയോൺമെൻറ്റും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് പ്ലാൻ ടെസ്റ്റ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യണം? അത് നമ്മൾ ഡെവലപ്പറുമായിട്ടാണ് ആലോചിക്കുക. ഡെവലപ്പറുമായി ആലോചിച്ചിട്ടാണ് നമ്മൾ ആ ടെസ്റ്റിംഗ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. രണ്ടുപേരും വേണം, ടെസ്റ്റിംഗ് ടീമും വേണം, ഡെവലപ്മെൻറ്റ് ടീമും വേണം. എന്നാൽ മാത്രമേ ആ ഒരു ടെസ്റ്റ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ്, ഷെഡ്യൂൾ ആൻഡ് എസ്റ്റിമേഷൻ. അടുത്ത സ്റ്റെപ്പാണ് ഷെഡ്യൂൾ ആൻഡ്. എന്താണിക്കും ഷെഡ്യൂൾ ആൻഡ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്? You should include that estimation as well as the schedule of the test plan. ഷെഡ്യൂൾ നമ്മൾ എത്രത്തോളം നമ്മൾ ചെയ്യുന്നു, ഓരോരുത്തർക്ക് എത്ര വർക്കാണ്, അത് ടെസ്റ്റ് ടീം എത്ര മണിക്കൂർ വർക്ക് ചെയ്യണം, ഓരോ ഏരിയ എത്ര മണിക്കൂറുകൾ വർക്ക് ചെയ്യണം, അതാണ് ഇവിടെ ചെയ്യുന്നത്. അതാണ് എസ്റ്റിമേഷനും അതിൻ്റെ പ്ലാനും. ദെൻ എത്ര മാക്സിമം എത്ര നമുക്ക് ടൈം വേണ്ടി വരും, ടോട്ടൽ ടൈം എത്ര വെച്ചാൽ. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയാൻ എന്താണ്, നമുക്ക് സ്പെസിഫിക്കേഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു 10 ആൾ വേണം. ടെസ്റ്റ് ഡിസൈനർ ഉണ്ടാവും. പിന്നെ എന്താണ്, എക്സിക്യൂഷൻ പെർഫോം ചെയ്യുന്നതിന് വേണ്ടി ടെസ്റ്റർ വേണം. അപ്പോൾ ആ ടെസ്റ്റർക്ക് എത്ര മണിക്കൂർ വർക്ക് കൊടുക്കണം. പിന്നെ വേറെ അത് ടെസ്റ്റ് മാനേജർ ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യണം, എത്ര മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ ടോട്ടൽ എത്ര മണിക്കൂർ, അതാണ് ഇതിൽ വരുന്ന ഷെഡ്യൂൾ ആൻഡ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ടെസ്റ്റ് ഡെലിവറബിൾ. ഇപ്പോൾ ടെസ്റ്റ് ഡെലിവറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ലിസ്റ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ്, ഓൾ ഡോക്യുമെൻറ്റ്സ് ആൻഡ് ടൂൾസ് ആൻഡ് അതർ കമ്പോണൻറ്റ്സ് ദാറ്റ് ഹാസ് ടു ബി ഡെവലപ്ഡ് ആൻഡ് മെയിൻറ്റെയിൻ ഇൻ സപ്പോർട്ട് ഓഫ് ടെസ്റ്റിംഗ്. ടെസ്റ്റിങ്ങിന് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന എല്ലാ ഡോക്യുമെൻറ്റും ടൂൾസിനും ഒക്കെയാണ് നമ്മൾ ടെസ്റ്റ് ഡെലിവറബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ടെസ്റ്റിംഗ് ഫേസിലും നമുക്കുണ്ടാവും ഓരോ ഡെലിവറബിൾസ് ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ നമുക്ക് മെയിനായിട്ട് 3 സ്റ്റെപ്പുകൾ പറയാം. ബിഫോർ ടെസ്റ്റിംഗ്, ഡ്യൂറിങ് ടെസ്റ്റിംഗ്, ആഫ്റ്റർ ടെസ്റ്റിംഗ്. ഇത്രയും പറയാമല്ലോ നമുക്ക്. ബിഫോർ ടെസ്റ്റിംഗ് ടെസ്റ്റ് ലൈഫ് സൈക്കിളിൽ ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റ് ലൈഫ് സൈക്കിൾ STLCയിൽ നമുക്ക് എന്തുണ്ടാവും 3 ഫേസുകൾ പറയാം. ബിഫോർ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഫേസ് ഉണ്ട്, ഡ്യൂറിങ് ടെസ്റ്റിംഗ് ഉണ്ട്, അതേപോലെ തന്നെ ആഫ്റ്റർ ടെസ്റ്റിംഗ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ബിഫോർ ടെസ്റ്റിംഗ് നമുക്കുള്ള ഫേസ് ഡെലിവറബിൾസ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് പ്ലാൻ ഡോക്യുമെൻറ്റ്, നമ്മളിപ്പോൾ ക്രിയേറ്റ് പറഞ്ഞ സാധനം, ടെസ്റ്റ് കേസ് ഡോക്യുമെൻറ്റ്, ടെസ്റ്റ് ഡിസൈൻ സ്പെസിഫിക്കേഷൻ. ഇത്രയും ഡോക്യുമെൻറ്റ്സ് ഡെലിവറബിൾ ആണ് ബിഫോർ ടെസ്റ്റിംഗ്. പിന്നെ ആഫ്റ്റർ ടെസ്റ്റിങ്ങിൽ നമ്മൾ ടെസ്റ്റിൻ്റെ സ്ക്രിപ്റ്റ്, അതിൻ്റെ സിമുലേറ്റേഴ്സ്, ടെസ്റ്റ് ഡാറ്റ, ടെസ്റ്റ് ട്രേസബിലിറ്റി മെട്രിക്സ്, എറർ ലോഗ്സ് ആൻഡ് എക്സിക്യൂഷൻ ലോഗ്സ്. അത് നമ്മൾ ഡ്യൂറിങ് ടെസ്റ്റാണ്. ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇത്രയും ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവില്ല. ടെസ്റ്റ് സ്ക്രിപ്റ്റ് ഉണ്ടാവും, സിമുലേറ്റേഴ്സ് ഉണ്ടാവും, ടെസ്റ്റ് ഡാറ്റ, അതേപോലെ ട്രേസബിലിറ്റി മെട്രിക്സ്, എങ്ങനെ ഡാറ്റ ട്രേസ് ചെയ്യുന്നത്, ആൻഡ് എറർ ലോഗ്സ്, അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എറേഴ്സ്. ആൻഡ് ആഫ്റ്റർ ടെസ്റ്റിംഗ് എന്തൊക്കെയുള്ളത്? ടെസ്റ്റ് റിസൾട്ട്, ഡിഫക്റ്റ് റിപ്പോർട്ട്, ഇൻസ്റ്റലേഷൻ ഓർ ടെസ്റ്റ് പ്രൊസീജിയർ ഗൈഡ് ലൈൻസ്, റിലീസ് നോട്ട്സ്. ഇതൊക്കെ എന്തിലുള്ളതാണ്? ആഫ്റ്ററാണ്. നമ്മൾ കഴിഞ്ഞിട്ടില്ലേ ടെസ്റ്റ് റിസൾട്ട് ഉണ്ടാവുന്നു, അതിൻ്റെ ഡിഫക്ട്സ് എന്തൊക്കെയുണ്ട്, അതേപോലെ തന്നെ ഇൻസ്റ്റാളേഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, അതിൻ്റെ റിലീസ് നോട്ട്സും. അതാണ് ലാസ്റ്റ് ഡോക്യുമെൻറ്റ്. ഇത്രയുമാണ് നമ്മുടെ ടെസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടെസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത്. ടെസ്റ്റ് പ്ലാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെസ്റ്റ് പ്ലാൻ ഇല്ലെങ്കിൽ ഒരു ടെസ്റ്റിംഗ് മുമ്പോട്ട് പോകില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ടെസ്റ്റ് പ്ലാൻ്റെ ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഒന്ന് വെരിഫൈ ചെയ്ത് അങ്ങനെയാണ് അത് ചെയ്യുന്ന ഡോക്യുമെൻറ്റ് കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.